എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് AR റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മലയാളത്തിൽ ഇന്നോളമുള്ള പാട്ടുകൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളിലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രമദവനം എന്ന് പറയുന്ന പാട്ടാണെന്ന് പറയുന്നത്. അതിന്റെ വരികളിലും ഈ ഒരു ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഈ കവിതയും ഈണവും തമ്മിലുള്ള ഒരകലങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ജോലിയുണ്ട്. അപ്പൊ രവിയേട്ടൻ ഇതിങ്ങനെ പറയുമായിരുന്നു, രവീന്ദ്ര മാഷ് പറയുമായിരുന്നോ നമുക്ക് ഈ വാക്ക് മാറ്റാം, പകരം ഒരു വാക്ക് വെക്കാം, അല്ലെങ്കിൽ തിരിച്ച് തിരുമേനി സാക്ഷൻ, തിരുമേനിയും സംഗീതബോധമുള്ള ആളാണ്, നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് വരി മാറ്റാൻ, ട്യൂൺ മാറ്റാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത് ഞങ്ങൾ തമ്മിൽ ഏറ്റവും യോജിപ്പുള്ള ആൾക്കാരായിരുന്നു. പ്രമോദവനം എന്നുള്ള വാക്ക് വന്നപ്പോൾ തന്നെ രവിയേട്ടൻ വീണു, പിന്നെ എന്തും ചെയ്യാന്ന് പറഞ്ഞു എന്നോട്. ആ വാക്ക് വന്നപ്പോൾ ആ പാട്ട് ക്ലിക്കായി. ആദ്യത്തെ വാക്കിൽ തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ ഓരോന്ന് പിന്നെ കവിത്വം മ്യൂസിക്കും കൂടി നല്ല ബ്ലെൻഡാവണം. അത് ഞങ്ങൾ രണ്ടുപേരുടെയും ദൈവാധീനം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് വേറൊരു വാക്കില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. കാരണം അതിൽ ഒരു നായകനെ കുറിച്ചാണ് ഞാൻ പിന്നെ നോക്കിയത്. ആ നായകന് ഐതിഹാസികമായ മാനം ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ചുമതല. അതാണ് അതിൻ്റെ ആദ്യത്തെ ചരണത്തിൽ. പിന്നെ രാമായണവും രണ്ടാമത്തെ ചരണത്തിൽ ഭാഗവതവുമാണ്. അത് ഒന്ന് യമുനയുടെ തീരത്തും, അതെ, ഒന്ന് സരയൂ തീരത്തും. ഏതേതോ കഥയിൽ സരയുവില് ഒരു ചുടും എഴുതിയിരിക്കണമാണ് രാമൻ. അല്ല, രാമൻ അയോധ്യയിലെ രാമൻ രാജാവല്ല, സങ്കടത്തിന്റെ മിഴിനീർക്കണങ്ങളാണ്. അടുത്ത് യമുനയിലാണ്. യമുനയിൽ വനമലരായി ഒഴുകി നടക്കുന്ന കൃഷ്ണനാണ്. ഇതാണ് ആ രണ്ട് ക്യാരക്ടേഴ്സിനെ ഞാൻ അവിടെ കൊണ്ടുവന്നതാണ്. അത് നായകനെ ഏറ്റവും ഉത്തുംഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് എൻ്റെ കഥ, എൻ്റെ ഇതാണ്, എൻ്റെ മാർഗവും ഉദ്ദേശവും ഒക്കെയാണ്. രവിയേട്ടൻ്റെ അത് ഏറ്റവും മാക്സിമം അതിനെ പൊലിപ്പിക്കാനുള്ളതാണ്. ഇത് രണ്ടും കൂടെ ബ്ലെൻഡായതാണ് ആ പാട്ട്. അത് തിരുമേനി എഴുതി, രവീന്ദ്ര മാഷ് സംഗീതം കൊടുത്തു, ദാസേട്ടൻ പാടി എന്നൊക്കെ പറയുന്നതോടുകൂടി ഇത് അതെ ഒരു എതിരില്ലാത്ത ഇതായിട്ട് മാറും. അതിലും ഇന്നും ഞാൻ പറയുന്നത് അതിനോട് എതിരില്ല ആ പാട്ടിന്. അതുപോലെ സംഭവിക്കുകയാണ് ചില പാട്ടുകൾ. അതെ, കവിയുടെ ഗാന സാമർത്ഥ്യ ലഹരിയിൽ ഒരു നവകനക കിരീടം ഇതണിയുമ്പോൾ അതാണ് ആ രസാമൃത ലഹരിയിലാണ് ഞാൻ ആ കിരീടം അണിയുന്നത്. അത് തിരുമേനിയാണ്. അതെ, കവിയുടെ ഗാനരസാമൃതം ഞാൻ ആദ്യം വേണല്ലോ. ചട്ടുക ആദ്യം പായസത്തിന്റെ രുചി അറിഞ്ഞിട്ടേ മറ്റുള്ളവർ അറിയുള്ളൂ. അതാണ് ആ ചട്ടുക അറിഞ്ഞു അപ്പോഴേ തന്നെ. തിരുമേനി പിന്നെയും അതൊരു രാജകൊട്ടാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെയാണ്. തിരിച്ച് വീണ്ടും അമരം പോലെ ഒരു സിനിമയിലോട്ടൊക്കെ വരുമ്പം അത് മത്സ്യത്തൊഴിലാളികളും കടലും കടൽക്കരയും വള്ളവും അമരവും അണിയും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അവിടുത്തെ പാട്ടുകളിലോട്ട് വരുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ അതിനു മുമ്പേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞങ്ങളെ കോഴിക്കോട് കടപ്പുറത്ത് പല കടപ്പുറത്ത് ഞാൻ നടന്നിട്ടുണ്ട്. പിന്നെ പ്രണയത്തിന്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ളൊരു സംഭവം അതിനകത്തുണ്ട്. ഇളങ്കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴമരമായേനെ എന്ന്. അതെ, എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട് ആത്മാവിൻ പുസ്തകത്താളിൽ ഉള്ള പാട്ടാണെങ്കിലും അതിലെ തന്നെ ചിച്ച ചിച്ച എന്നുള്ള പാട്ട് അതൊക്കെ എടുക്കുമ്പോൾ അതിലെ അറിയുന്നില്ല ആത്മാനുരാഗം അറിയേണ്ട ഒരാൾ മാത്രം പ്രണയം ഫീൽ ചെയ്യുന്ന വരികളാണ്. അതില് ഒക്കെ നിങ്ങളൊരു മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും എന്നുള്ള കോമ്പിനേഷൻ എത്ര ദിവസങ്ങളാണ്? ഞാൻ ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞു 2 ദിവസം എന്നൊക്കെ എടുത്തു. മാഷുമായിട്ടുള്ള ഒരു ഇരിപ്പ് എല്ലാം ഒന്നിച്ചാണ് വരുന്നത്. പറയട്ടെ, അത് ആ 3 പാട്ടും ഞങ്ങൾ ചെയ്യുന്നത് 3 അല്ല 2 പാട്ട് ചിച്ചാച്ചിച്ച നമ്മൾ നേരത്തെ ചെയ്തു. പക്ഷെ 2 പാട്ട് എന്തിനു വേറെ സൂര്യോദയവും ആത്മാവിൻ്റെ പുസ്തകത്താളും ഇത് രണ്ടും ചെയ്തത് കോഴിക്കോട് വെച്ചാണ്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് ഇവര് വൈകുന്നേരത്തെ ട്രെയിനിന് പോയി. ഇതിനു വരെ സൂര്യോദയം മുഴുവൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആത്മാവിൻ്റെ പുസ്തകത്താൾ എഴുതിയിട്ടാണ് പോയത്.